മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 പവേർഡ് ബൈ ഈസ്റ്റേൺ. നമ്മുടെ ഈ 2ാം അധ്യായത്തിലെ ആദ്യത്തെ എലിമിനേഷൻ ദാ ഇവിടെ തുടങ്ങുവാണ്. വേണു ചേട്ടാ, മഞ്ചരി, നമുക്ക് എല്ലാവർക്കും ഒരു കുറച്ച് വേദന നൽകുന്ന ഒരു നിമിഷമാണ് ഇനി വരാൻ പോകുന്നത്. വേണു ചേട്ടാ, നമ്മുടെ 12 മ്യൂസിക്കൽ വൈഫ്സിന്റെ 2 പെർഫോമൻസ് വീതം കണ്ടു. എന്ത് തോന്നുന്നു? ഗംഭീരായിരുന്നു. ഇത് ഈ എലിമിനേഷൻ ഒഴിച്ചുവിടാൻ വയ്യാത്ത ഒരു സങ്കടം. അതെ, അതെ, നേരിട്ടേ പറ്റൂ. മഞ്ചരി, പെട്ടെന്ന് പരിചയപ്പെട്ട 12 പേരിൽ കുറച്ചു പേരിന്ന് നമ്മളോടൊപ്പം ഇനി മുന്നോട്ടുണ്ടാവില്ല എന്ന് അറിയുമ്പോൾ ഒരു വിഷമമുണ്ട്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 ആദ്യത്തെ എലിമിനേഷൻ ദാ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ 12 മ്യൂസിക്കൽ വൈഫ്സിനെ സ്വാഗതം ചെയ്യാം. മ്യൂസിക്കൽ വൈഫ്സ്, പ്ലീസ് വെൽക്കം. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 നമ്മുടെ ആദ്യത്തെ എലിമിനേഷൻ ഇങ്ങെത്തി. എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടും സ്വപ്നങ്ങളോടും കൂടിയിട്ടാണ് ഈ വേദിയിൽ വന്നത്. നമ്മുടെ ഈ യാത്രയിൽ കുറച്ച് പേർ ഇന്ന് ഈ ഷോയിൽ നിന്ന് വിട പറയും. ടെൻഷനുണ്ടോ എല്ലാവർക്കും? ടെൻഷനുണ്ട്. പാട്ട് പാടുന്ന സമയത്തായിരുന്നു കൂടുതൽ ടെൻഷൻ, അതോ ഈ ഒരു നിമിഷത്താണ്? അതുപോലെ തന്നെ വിഷമവും. കുറച്ച് ദിവസമാണെങ്കിലും ഞങ്ങൾ ഒരു ഫാമിലി പോലെ ആണ്. അപ്പം ആര് പോവാണെങ്കിലും അത് വല്ലാത്തൊരു വിഷമവും ഒക്കെ അല്ലേ. നമ്മള് തമാശ രൂപേണ ഇങ്ങനെ എലിമിനേഷൻ ആണ്, ടെൻഷൻ അടിച്ചോളൂ എന്നൊക്കെ പറയുമെങ്കിലും നമുക്കും ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങളെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഞങ്ങളും കണ്ടിട്ട്. പക്ഷെ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ചാപ്റ്റർ 1 ഞാൻ പറഞ്ഞതാണ്, ഇതൊരു മത്സരമാണ്. അതുകൊണ്ട് ഈ മത്സരത്തിൽ മുൻപോട്ടുള്ള യാത്രയിൽ ചില പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കുറച്ചു പേർ മുൻപോട്ട് പോകുന്നതും കുറച്ചു പേർ പുറകിലോട്ട് പോകുന്നതും. അത് ചിലപ്പോ ആ ഒരു ദിവസത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. അതിനർത്ഥം നിങ്ങൾ ആരും നല്ല ഗായകരല്ല എന്നല്ല. എല്ലാവരുടെ മുഖത്തും ടെൻഷനാണോ സന്തോഷാണോ? എൻ്റെ കൂട്ടുകാരി പോകുന്നതിലും നല്ലത് ഞാൻ പോകുന്നതാണ് എന്നൊക്കെ ഉള്ളിൽ നല്ല മനസ്സുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അല്ല, ചുമ്മാ അറിയാനാ. റിൻഷിതയ്ക്ക് അങ്ങനെ ഒരു വലിയ മനസ്സുണ്ടോ? സംഭവം നമുക്ക് എല്ലാവരുടെ ഒരു സ്വപ്നമാണല്ലോ ഇത്. അപ്പം ഇപ്പൊ ഞാൻ ഡെയിനോട് ചോദിക്കട്ടെ, ഡെയിന് ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഡെയിന് എന്തായിരിക്കും തീരുമാനം എടുക്കുക? ഞാൻ എന്തായാലും ആർക്കും വേണ്ടി വിട്ടുകൊടുക്കൊന്നുമില്ല, അങ്ങനെയല്ല. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് ആഗ്രഹിച്ചെത്തുന്ന ഒരു ഫ്ലോറാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മുൻപോട്ട് പോകണം നമ്മൾ ആലോചിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ നല്ല എന്താണെങ്കിലും നമുക്ക് വിഷമമാണ്. റിൻഷിതയുടെ പ്രതീക്ഷ എന്താണ്? മുൻപോട്ട് പോകുമോ ഇല്ലയോ? ഒന്നും അറിയില്ല. ഇല്ല, ഒന്നും അറിയില്ല. ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടോ? എൻ്റെ ഈ 2 കഴിഞ്ഞ പ്രകടനങ്ങൾ അനുസരിച്ച് എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ യാത്രയിൽ കൂടെ ഉണ്ടാകും എന്നുറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? പ്രവീണ? ആരുമില്ലേ? എല്ലാവരും നന്നായി പാടുന്നവരാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ എത്തിയത്. അതെ, അങ്ങനെ എനിക്ക് എടുത്തു പറയാൻ പറ്റില്ല. പ്രവീണയ്ക്ക് പ്രതീക്ഷയുണ്ടോ? അറിയില്ല എനിക്ക്. എല്ലാരും ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ലാന്ന് തോന്നുന്നു, അല്ലേ? എന്നാലും പ്രതീക്ഷയുള്ളവരൊക്കെ ആരെങ്കിലും ഉണ്ടാവില്ലേ മനസ്സിനകത്ത് ഒരു പ്രതീക്ഷ? പ്രതീക്ഷയല്ല, ആഗ്രഹമുണ്ട്. കാരണം ഈ 12 പേർക്കും ആഗ്രഹമുണ്ട്, കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം എന്ന് ആഗ്രഹമുണ്ട്.
പക്ഷേ ആ ആഗ്രഹം തകർക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പേപ്പറിലുണ്ട്. ചിലവരുടെ ആഗ്രഹങ്ങൾ. ആർക്കൊക്കെ ചുമ്മാ ധൈര്യത്തിൽ പറയാൻ പറ്റൂ, ഞാൻ ഇവിടെ ഉണ്ടാകും, പറയൂ. ഞാൻ ക്വാർട്ടർ ഫൈനലിലോട്ട് കടക്കും. അതാണല്ലോ ധൈര്യം. നല്ല കഴിവുള്ള മ്യൂസിക്കൽ വൈബ്സ് അല്ലേ? അതെ, പറയൂ. എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ്. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. 2 പാട്ടുകൾ പാടിയില്ലേ? പാട്ട് പാടി. അപ്പൊ ആ പാട്ടുകൾ അടിസ്ഥാനപരമായിട്ട് ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരുണ്ടാവില്ലേ? അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പറയൂ, ജഡ്ജ്മെന്റിനനുസരിച്ച് ധൈര്യമായിട്ട് പറയൂ. 2 പെർഫോമൻസും അതിൻ്റെ ഒരു ബേസിസിൽ ബെസ്റ്റ് അല്ലെങ്കിൽ പോലും മാക്സിമം ഇൻപുട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ തോതിലൊരു പ്രതീക്ഷയുണ്ട്. വെരി ഗുഡ്. ഉണ്ട്. Very good. ശ്രീകുട്ടി, This is what we പ്രതീക്ഷയുണ്ട്. want. കൊള്ളാം. ശരി, നന്നായി. താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും? ധൈര്യമായിട്ട് പറയൂ, നിങ്ങളുടെ കോൺഫിഡൻസ് ആ കാണിക്കുന്നേ. 2 പാട്ട് കഴിഞ്ഞതിന് രണ്ടുപേരും നല്ല കമന്റ്സും ഒക്കെ തന്നത്, അതിലും പ്രതീക്ഷയുണ്ട്. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ടെൻഷനും ഉണ്ട്. കാരണം എല്ലാവരും ഒന്നിനൊന്നും വെച്ചുള്ള നല്ല പാട്ടുകാരാണ് എല്ലാവരും. അതാണ് അതെ, പ്രതീക്ഷയും ടെൻഷനും ഒരു വീട്ടിൽ നിൽക്കില്ല. അതെ, ഒന്നേ പറ്റുള്ളൂ. എന്തായാലും വേണുചേട്ടൻ മഞ്ചേരി, ശ്രീകുട്ടിയാണ് ധൈര്യപൂർവ്വം മുൻപോട്ട് വന്ന് പറഞ്ഞത്. എന്റെ 2 പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുൻപോട്ട് പോകും, എന്റെ ബെസ്റ്റ് ഒന്നല്ല നൽകിയത്, പക്ഷെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റും എന്ന് ധൈര്യപൂർവ്വം ആദ്യം പറഞ്ഞത് ശ്രീകുട്ടിയാണ്. പക്ഷേ ശ്രീകുട്ടിയുടെ പെർഫോമൻസിലും നിങ്ങൾ നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടി, ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ധൈര്യപൂർവ്വം മുൻപോട്ട് വന്ന് പറഞ്ഞത്. ആഗ്രഹിക്കുന്നുണ്ട്. സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ തുടർന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഒരു സെലക്ഷൻ കിട്ടിയതിന് ശേഷം മനസ്സിൽ കുറെ ആഗ്രഹങ്ങളൊക്കെ വന്ന് തുടങ്ങുമല്ലോ, അതോ എന്തൊക്കെയായിരുന്നു? നമ്മളുടെ കഴിവിനെ ആരെങ്കിലുമൊക്കെ അറിയണം എന്നൊരു ആഗ്രഹം. കുറച്ചു പേരെങ്കിലും. അതിനൊരു ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് ഫ്ലവേഴ്സിന്റെ ഈ വേദി. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഒരു പ്രായത്തിനിടയിൽ ആദ്യമായിട്ടൊരു ഷോ ചാപ്റ്റർ 2 ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് മാക്സിമം വിനിയോഗിക്കുക എന്നത്. വെരി ഗുഡ്, വെൽ സെഡ്. താങ്ക് യു സർ. നിഖില, സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങുന്ന ഒരാളാണ്. ഈ വേദിയിൽ നിന്ന് ഔട്ടായാൽ നിഖില ഇങ്ങനൊരു ഔട്ടാകൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ തന്നെ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു 12 പേരിൽ ഒരാളാവാൻ പറ്റിയതിൽ വളരെ സന്തോഷം. മുമ്പോട്ട് പോയാൽ അത്രയും സന്തോഷം. ആഗ്രഹമുണ്ട്. മുൻപോട്ട് പോകാൻ ധൈര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിഖില ഒന്നും പറഞ്ഞില്ല. എനിക്കറിയില്ല, ജഡ്ജസ് തീരുമാനിക്കുന്ന പോലെയല്ലേ നമുക്ക്. മഞ്ചേരി, നിഖിലയുടെ പാട്ടുകൾ എങ്ങനെയുണ്ടായിരുന്നു? നിഖിലയുടെ വ്യത്യസ്തമായിട്ടുള്ള 2 പാട്ടുകളാണ്. ഒന്ന് വളരെ നല്ലൊരു മെലഡി ആയിട്ടുള്ളൊരു പാട്ടും പിന്നെ കുറച്ചൊരു സെമി ക്ലാസിക്കൽ ആയിട്ടുള്ളൊരു പാട്ടും. അപ്പോൾ 2ലും നിഖില നന്നായിട്ട് പാടിയിട്ടുണ്ട്. നമുക്കറിയാം നിഖില നല്ലൊരു കഴിവുള്ള ഒരാളാണ്. എന്നാലും ആരും പെർഫെക്റ്റ് അല്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അത് നിഖിലയ്ക്ക് തന്നെ തോന്നിയ കാര്യങ്ങളാണ്. കുറച്ച് സ്ലിപ്പുകളും ഒക്കെ വന്നു എന്നുള്ളത്. ഇനി മുന്നോട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം. മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോ കഴിഞ്ഞ 2 പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പറഞ്ഞ ജഡ്ജ്മെന്റിന് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കുമോ? തീർച്ചയായും. നിങ്ങളിൽ എത്ര പേർ ഇവിടെ സേഫ് ആകും, എത്ര പേർ ഔട്ടാകും എന്ന് അറിയില്ല. 1 ഒന്നിൽ കൂടുതലോ ആളുകൾ ഇന്ന് ഇവിടെ നിന്ന് വിട പറയും. ഞാൻ വിളിക്കുന്ന 3 പേർ എൻ്റെ കൂടെ മുൻപോട്ട് വരണം. ഓക്കെ? ശ്രീകുട്ടി, റിൻഷിത, ശിശിര. ധൈര്യമുണ്ടോ മുൻപോട്ട് പോകാൻ എന്നൊക്കെ ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല. ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷ കുറവായിരുന്നു അല്ലേ? ആദ്യത്തെ റൗണ്ടിലെ 2 പെർഫോമൻസുകൾ മികച്ചതായി ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഏതായിരുന്നു കഴിഞ്ഞ റൗണ്ടിൽ പാടിയ 2 പാട്ടുകൾ? ഏതൊക്കെയായിരുന്നു? കളറി വിളക്ക് തെളിഞ്ഞതാണോ, ശരപൊളിമാല ചാർത്ത്. അതിലേതാണ് ഏറ്റവും ശിശിരയ്ക്ക് ഇഷ്ടപ്പെട്ട ഗാനം? പാടിയത് ബെറ്റർ ആയത് കളറി വിളക്കാണ്. കളറി വിളക്ക് തെളിഞ്ഞതാണോ
ഇഷ്ടമുള്ളത് ശരപൊളി മാല. ശരപൊളി മാല ചാർത്തി ശരദിന്ദു ദീപം നീട്ടി കുറികൾ പൂത്തരാവിൽ ഏതു രാഗം നിന്നെ തേടുന്നു ശരപൊളി മാല ചാർത്തി. ജഡ്ജസിന്റെ കമന്റ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല കമന്റ്സ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും എന്റെ ശബ്ദത്തിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പെർഫോമൻസ് കഴിഞ്ഞപ്പോ ഹസ്ബൻഡിനോട് ഒരു മാപ്പപേക്ഷയൊക്കെ നടത്തി. ഹസ്ബൻഡ് ഗ്രാൻഡ് ഫിനാലയിൽ എത്തിയാൽ വരുമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഔട്ടായാൽ അങ്ങനെ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ സേഫ് ആയാൽ കാണാൻ പറ്റും. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു കാഴ്ച, ഭർത്താവ് ഇവിടെ വരണം, ഭർത്താവിന്റെ മുമ്പിൽ ശിശിര ഇവിടെ ഒരു ഗാനം ആലപിക്കണം എന്നൊക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുവോ? നോക്കാം. റിൻഷിതയുടെ 2 പാട്ടുകൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് ഘനശ്യാമ വൃന്ദാരനം സെമി ക്ലാസിക്കൽ, പിന്നെ അമ്പാടി പയ്യുകൾ മെയ്യും എവർഗ്രീൻ. ഇതിൽ ഏതായിരുന്നു മികച്ചതായി പാടാൻ പറ്റി എന്ന് തോന്നിയത്? അതിൽ ഘനശ്യാമ പാടിയപ്പം ഫസ്റ്റ് അതുകൊണ്ട് നല്ല ടെൻഷനായിരുന്നു. എന്നാലും ഞാൻ പ്രതീക്ഷിക്കാത്ത കമന്റ്സ് ആയിരുന്നു ചേച്ചിയുടെ ഭാഗത്തുനിന്നും സാറിന്റെ ഭാഗത്തുനിന്നും കിട്ടിയത്. ഭയങ്കര സന്തോഷമായി. രണ്ടാമത് പാടിയത് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ടെൻഷനൊക്കെ കുറച്ച് മാറിയിട്ടായിരുന്നു. അത് നല്ല രീതിയിൽ പാടി എന്നാണ് ഞാൻ വിശ്വസിച്ചത്. അമ്പാടി പയ്യുകൾ മേയും കാണാ തീരത്ത് അനുരാഗം മോളും തത്തമ്മേ കുടലൂതും മേഘം നീയ ചായും നീരത്ത് കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ നാടും കാണാം കൂടും കൂട്ടാം ഈണം പാടാം നാണം ചൂടാം. കരഞ്ഞിട്ടൊക്കെയാണ് ഇവിടം വരെ എത്തിയത് അല്ലേ? സെലക്ഷൻ കിട്ടുന്നു, കരയുന്നു. ആദ്യത്തെ പെർഫോമൻസ് കഴിയുന്നു, കരയുന്നു. അല്ലേ? ഇവിടുന്ന് സേഫ് ആയാൽ കരയോ? ഓ തീർച്ചയായിട്ടും. ഔട്ടായാൽ കരയോ? എന്തായിരിക്കും നമുക്ക് നോക്കാം. ശ്രീകുട്ടി, ഏതൊക്കെയായിരുന്നു 2 പാട്ടുകൾ? ഫേവറേറ്റ് റൗണ്ടിൽ എത്ര പൂക്കാലമിനി, എത്ര പൂക്കാലമിനി എത്ര മധുമാസമതിൽ എത്ര നവരാത്രികളിലമ്മേ നിൻമുഖം തിങ്കളായി പൂനിലാപ്പാൽ ചൊരിൻ എന്നിൽ വീണലിയുമിൻ ദേവി. എവർഗ്രീൻ ഹിറ്റ്സിൽ നീലാഞ്ജന പൂവിൻ. നീലാഞ്ജനപ്പൂവിൻ താലാട്ടുഞാലിൽ തേവാരം നൽകുമി തങ്കക്കൈനീട്ടം ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ ദ്വാപരം തേടുമിൻ പുണ്യമോ കണ്ണ. കമന്റ്സ് ഒക്കെ നല്ല കമന്റ്സ് ആയിരുന്നു. തീർച്ചയായിട്ടും മഞ്ജരി ചേച്ചിയും വേണു സാർ നല്ല അതോടെയാണ് ഒരു എന്താ പറയാ കോൺഫിഡൻസ് കൂടിയത്. എന്നാലും കുറച്ച് തിരുത്തലുകളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ സേഫ് ആവുകയാണെങ്കിൽ ആ തിരുത്തലുകളൊക്കെ തിരുത്തും. ഗംഭീരമായിട്ട് പാടാൻ ശ്രമിക്കും. ശ്രമിക്കണം. പക്ഷേ ചിലപ്പോ ഒരു ചെറിയ നെഗറ്റീവിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കാം സേഫ് ആവുന്നത്, ഔട്ട് ആവുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ നിന്ന് ഔട്ട് ആയാൽ ഹസ്ബൻഡിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ആൾക്ക് ഇവിടെ വരാൻ പറ്റാതെ വരും. അതാണ് ഒരു സങ്കടം. ഇന്ന ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത റൗണ്ടിൽ ഞാൻ ഉണ്ടാവും ഇവിടെ എൻ്റെ കൂടെ എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. നിങ്ങളോട് 3 പേരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ 3 പേരും നിങ്ങൾ 3 പേരുമാണ്
മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ലെ എലിമിനേഷനിൽ നിന്ന് ടോപ്പ് സ്കോറേഴ്സ്. താങ്ക് യു ചേട്ടാ. നിങ്ങൾ 3 പേരും സേഫ് ആണ്. നിങ്ങൾ 3 പേരുമാണ് ഈ 12 മ്യൂസിക്കൽ വൈഫിലെ ടോപ്പ് സ്കോറേഴ്സ്. കേട്ടോ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. 3 പേര് കെട്ടിപ്പിടിച്ചോളൂ. ആയിക്കോട്ടെ. എടാ ദുഷ്ട. എന്നെ കൊണ്ട് ഇത്രയ്ക്കല്ലേ പറ്റുള്ളൂ മേടിച്ചേട്ടാ. ശരി, അപ്പൊ 3 പേരും ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു. അടുത്ത റൗണ്ടിലോട്ട് കടന്നാൽ അവർ പറഞ്ഞ പല തിരുത്തലുകളും തിരുത്തും. തീർച്ചയായിട്ടും. ഓക്കെ, എല്ലാവരും മികച്ച ഗാനങ്ങൾ ഞങ്ങൾക്ക് കേൾക്കണം. ഓക്കെ, അപ്പൊ സന്തോഷമായല്ലോ. അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാനും ഭയങ്കര ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേച്ചി. റിൻഷിത, ഹാപ്പി ആയോ? ഓ ഭയങ്കര ഹാപ്പി. ഉമ്മ അവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. ഞാൻ റിൻഷിതയെ ടെൻഷൻ അടിപ്പിക്കുന്നു, ഉമ്മയെ നോക്കുമ്പോ എനിക്ക് കൂടുതൽ ടെൻഷൻ ആവുന്നു. ഉമ്മ ഇപ്പൊ അവിടെ ബോധം കെട്ട് വീണേനെ. അതുമാതിരി ഉമ്മ ടെൻഷൻ അടിച്ചിട്ട്. 3 പേര് ഹാപ്പി ആയല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ, ശ്രീകുട്ടി ഹാപ്പി? ഹാപ്പി, സോ ഹാപ്പി. ഓക്കെ, അപ്പോ ഈ രാത്രി നിങ്ങൾക്കുള്ളതാണ്. ചെന്ന് ആഘോഷിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ. വേണു ചേട്ടാ, മഞ്ജരി, മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ൽ 3 മത്സരാർത്ഥികൾ സേഫ് ആയിട്ടുണ്ട്. ഇനി 9 മ്യൂസിക്കൽ വൈസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ആര് പുറത്തു പോകും, ആരൊക്കെ നമ്മുടെ ഈ യാത്രയിൽ കൂടി ഉണ്ടാകും, ഞാൻ എക്സൈറ്റഡ് ആണ്. നമ്മുടെ പ്രേക്ഷകരും ഇതേപോലെ തന്നെ എന്തായിരിക്കും എന്നറിയാൻ കാത്തിരിക്കുകയാണ്. ഞാൻ 2 പേരെ എൻ്റെ അടുത്തേക്ക് വിളിക്കുവാണ്. കീർത്തന, ശാലിമ. കീർത്തന, ശരിക്കും പ്രതീക്ഷയുണ്ടോ? ചെറിയ പ്രതീക്ഷ ഉണ്ട്. പാടാൻ പറ്റുമോ 2 പാട്ടുകളും? നന്നായി. ഏതൊക്കെയായിരുന്നു ഗാനങ്ങൾ? ഫേവറേറ്റില് സമയമിത പൂർവ്വ സായാഹ്നം, എവർഗ്രീനില് തുമ്പീവ. എങ്ങനെയായിരുന്നു കമന്റ്സ് ഒക്കെ രണ്ടുപേരുടെ? കമന്റ്സ് ഫസ്റ്റ് സോങ്ങില് ബേസ് നോട്ട്സ് കുറച്ച് ശ്രദ്ധിക്കണം, അത് പറഞ്ഞായിരുന്നു. സമയമിത പൂർവ്വ സായാഹ്നം, അമൃതം ശിവമയ സംഗീതം, ഹരിപദമനാദി സോപാനം, അനഘ സുഹൃതമീശ്വര ഹൃദയം, എന്നന്തരാത്മാവിൽ തുമ്പീവാക്ക് നല്ല കമന്റ്സ് ആയിരുന്നു, പക്ഷേ നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ. തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ശാലിമ, ഡേഞ്ചറാ. ആദ്യത്തെ പെർഫോമൻസ് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഓർക്കസ്ട്ര ടീമിനോടും അല്ലെങ്കിൽ ഓഡിയൻസിനോടൊക്കെ വളരെയധികം ഇന്ററാക്ട് ചെയ്ത് വളരെ കൂളായിട്ട് പാടിയ ആളാണ്. രണ്ടാമത്തേലെത്തിയപ്പോൾ ആ ഒരു ധൈര്യം കുറച്ച് കുറഞ്ഞിരുന്നോ? കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൻ്റെതായ ഒരു ചെറിയ, പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ശാലിമയുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക്. അത് 2 പാട്ടിലും ശാലിമ ആവർത്തിച്ചു. ശാലിമയുടെ പാട്ടുകൾ ഏതൊക്കെയായിരുന്നു? ഫേവറേറ്റില് നന്ദകിഷോര ഹരേ, എവർഗ്രീൻ ഹിറ്റ്സില് ടെൻഷൻ അടിക്കണ്ട അല്ലേ? ഞാറ്റുവേലക്കില് പാട്ടുപാടി വരുമോ, കൊന്ന പൂത്ത വഴിയിൽ പൂവെള്ളുമൂത്ത വയലിൽ കാത്തു നിൽപ്പു ഞാനീ തൊട്ടിലെ ചോട്ടിൽ, തനിയെ ഞാറ്റുവേലക്കിളി നീ
രണ്ട് പാട്ടും പാടിയിട്ടുണ്ട്. ആ പക്ഷെ കമന്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നുകൂടി നന്ദകിഷോരഹരയ്ക്ക് കുറച്ചും കൂടി നല്ല കമന്റ്സ് ആയിരുന്നു. ഈ പറഞ്ഞ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. ശാലിമ, ഞാൻ നേരത്തെ പറഞ്ഞ ആ തെറ്റിന്റെ കാര്യം, അത് അങ്ങനെ ശാലിമ അങ്ങനെ നോക്കി പാടിയിട്ടൊന്നുമില്ല. പക്ഷേ നമുക്കത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒരു റിയാലിറ്റി ഷോയിൽ? ഇല്ല, തെറ്റാണ്. ഞാനതങ്ങനെ ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് എഴുതി വെച്ചത്. ഗ്രൂമിങ്ങിന്റെ സമയത്ത് പറഞ്ഞിരുന്നോ ഇങ്ങനെ നോക്കാൻ പാടില്ല എന്നുള്ളത്, നോക്കി പാടാൻ പാടില്ല എന്നുള്ളത്? ഞാൻ ഗ്രൂമിങ്ങിന്റെ സമയത്തൊന്നും നോക്കിയിട്ടേ ഇല്ലായിരുന്നു. ഇല്ല, നോക്കി പാടിയേ ഇല്ല. ശാലിമ, പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ ഏതൊരു കുട്ടി ആഗ്രഹിക്കുന്നതാണ് പ്രതീക്ഷ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടുന്ന് സേഫ് ആയാൽ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം ആവർത്തിക്കുമോ? ഒരിക്കലും ആവർത്തിക്കില്ല. ഇവിടുന്ന് ഔട്ടായാൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? മഞ്ജരി, ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മളൊരു കഷ്ണം പേപ്പർ കയ്യിൽ വയ്ക്കുമ്പോൾ നമ്മൾ ആ പരീക്ഷ ശരിക്കും പഠിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ, ഒരു ധൈര്യക്കുറവ് കൊണ്ടാണല്ലോ അത് എടുത്തുകൊണ്ട് പോകുന്നത്. ചിലപ്പോൾ ഇതൊക്കെ ഇതിനെ ബാധിക്കാം. വേണുചേട്ടാ, ശാലിമ ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണോ? കൊണ്ടുവയ്ക്കുന്നതിനോട് ഞാൻ വലിയൊരു സപ്പോർട്ടില്ല. അതൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ശാലിമ, ടെൻഷൻ അടിക്കണ്ട, വിഷമിക്കണ്ട. കുറ്റം ചെയ്യാൻ വേണ്ട കോപ്പ് കയ്യിലുണ്ട്, പക്ഷേ നോക്കിയില്ല. ശാലിമ കുറ്റം ചെയ്തില്ല. അതാണ് ശാലിമ, പക്ഷേ ഇതൊരു ഷോയാണ്, കോമ്പറ്റീഷനാണ്. എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പോലെ തന്നെയാണ് ശാലിമയും. ഐ എം സോറി. You are safe. ആശുപത്രി പോണ്ടി വന്നേ. കൈയടിച്ചോളൂ. കൺഗ്രാറ്റുലേഷൻസ്. ശാലിമ, ഇനി മേലാൽ തുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോയാലും ഞാൻ ശാലിമ, എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നാവുന്നുള്ളത്. എന്താന്നറിയില്ല, എന്തോ അങ്ങനെ. ഇനി ഞാൻ ആവർത്തിക്കില്ല. പക്ഷേ ശാലിമ അത് എഴുതിയെങ്കിലും നോക്കിയിട്ടില്ല. അപ്പോ അതുകൊണ്ടും പിന്നെ നന്നായി പാട്ട് പാടി, നല്ല ഗായികയാണ്, അതുകൊണ്ടാണ് സേഫ് ആയിട്ടുള്ളത് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ശാലിമ, അപ്പോ നന്നായി പോയി ആഘോഷിക്കും ഇന്നത്തെ നൈറ്റ്. എന്നിട്ട് അടുത്ത റൗണ്ടിന് വേണ്ടി നല്ല പോലെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ. കീർത്തന, ശാലിമ ഇതാ സേഫ് ആയിരിക്കാണ്. കീർത്തന, നന്നായി പാടാൻ പറ്റുമോ 2 പാട്ടുകളും? മാക്സിമം അല്ല, പക്ഷേ പാടി. 4 പേരുടെ കൂടെ കീർത്തനയും സേഫ് ആകുമോ? അറിയില്ല. സേഫ് ആണെന്ന് പറഞ്ഞു വെക്കേ, നോക്കാം നമുക്ക്. ഞാൻ സേഫാ എന്ന് പറഞ്ഞേ. ഞാൻ സേഫാ. ഒന്ന് ഉഷാറായിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. ചിലപ്പോ ഞാൻ സേഫ് ആവും. കൂടുതൽ വർത്താനൊന്നും വേണ്ട, ഞാൻ സേഫ് ആകും എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. കൂടുതൽ വർത്താനൊന്നും വേണ്ട, ഞാൻ സേഫ് ആവും. സേഫ് ആയിക്കോളൂ. കീർത്തന, എന്താണ് ഒരു ഫീൽ? പറഞ്ഞോളൂ. ഒരുപാട് സന്തോഷം. 12 ആളിൽ സെലക്ട് ആയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇനിയും മുന്നോട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കയറാൻ സാധിച്ചു. എന്റെ മാക്സിമം ഞാൻ ആ റൗണ്ടുകളിൽ കാണിക്കും. ഓക്കെ, അപ്പോ ഇവര് പറഞ്ഞിട്ടുള്ള പല തിരുത്തലുകളും തിരുത്തി ബെസ്റ്റ് തന്നെ വേണം ഞങ്ങൾക്ക് ക്വാർട്ടർ ഫൈനൽ. ഓക്കെ ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഞാൻ 3 പേരെ എന്റെ അടുത്തേക്ക് മുൻപോട്ട് വിളിക്കുകയാണ്. നിൻസില, സൗമ്യ, അശ്വിനി. സൗമ്യ, ഏതൊക്കെ പാട്ടുകളാണ് പാടിയത്? എവർഗ്രീനിൽ ഏതായിരുന്നു? എവർഗ്രീനില്
എന്തിനായി നിൻ എന്നുള്ള സോങ് ആയിരുന്നു. എന്തിനായി നിന്നിടം കണ്ണിൽ തടം തോടിച്ചു, എന്തിനായി നിന്നിൽ വലം കയ്യാൽ മുഖം മറച്ചു, പഞ്ചബാണനെഴും നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ലേ. ഫേവറേറ്റ് റൗണ്ടില് ശിവകരടമരു കലയെന്ന സോങ് ആയിരുന്നു. ശിവകരടമരു കലയമായി നാദം, ഋതുപദഗതിയുടെ നടയായി താളം, സാഗര ചലനം ആ പ്രകൃതിയിൽ അനഘജതികളാൽ ആ വനലതയിലതും ലയപതി പവന നടകളാൽ സ്വരകലിത ചടുലമൊഴുകും അമൃതഗംഗേ. രണ്ട് പാട്ടുകളും നന്നായി പാടാൻ പറ്റുമോ? എവർഗ്രീൻ നന്നായി പാടാൻ സാധിച്ചു. ആ, ഫേവറേറ്റ് വന്നപ്പോഴത്തേക്ക് കുറച്ച് ടെൻസ്ഡായി. ഇഷ്ടപ്പെട്ട പാട്ട് കുറച്ച് ടെൻഷനായി. താളത്തിന്റെ ഒക്കെ ഒരു ചെറിയൊരു ഇത് വന്നു. അപ്പോഴേക്കും മൊത്തം ടെൻഷനായി പോയി. മുൻപോട്ടുള്ള യാത്രയിൽ കൂടി ഉണ്ടാകുമോ, പ്രതീക്ഷയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ സൗമ്യ സൈലന്റ് ആയിരുന്നു. പ്രതീക്ഷയില്ലേ? ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. ഓക്കെ, അശ്വിനി എന്തൊക്കെയാണ് പ്രതീക്ഷ? മുൻപോട്ട് പോകാൻ പറ്റുമോ? സൗമ്യയുടെ പോലെ ഞാൻ മുൻപോട്ട് പോകും എന്ന് ധൈര്യപൂർവ്വം പറയാനുള്ള ധൈര്യമുണ്ടോ? അത്ര ധൈര്യമില്ല. ഇല്ല. കാരണം രണ്ട് പെർഫോമൻസുകളിലും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു പാട്ടുകൾ? എവർഗ്രീൻ സോങ്സിൽ പൊന്നാര്യൻ പാടം എന്ന സോങ്ങും, ഫേവറേറ്റ് റൗണ്ടിൽ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ. പൊന്നാര്യൻ എന്ന് പറഞ്ഞ ആ ഗാനം എങ്ങനെ നന്നായി പാടാൻ പറ്റുമോ? കുഴപ്പമില്ലാതെ പാടിയും തോന്നുന്നു. കമന്റ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു ജഡ്ജസ്. പൊന്നാര്യൻ പാടം കതിരാടും കാലം ഇളകൊയ്യും കന്നി കാക്കാത്തേ, കരുമാടി പെണ്ണി കല്യാണകാലം കൈ നോക്കി ചൊല്ലാമോ. ഇന്നെനിക്ക് പൊട്ടുകുത്താനോ? അത് വിചാരിച്ച പോലെ പാടാൻ പറ്റിയിട്ടില്ല. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ മിന്നിലെ നക്ഷത്ര മഷിക്കൂട. അപ്പൊ രണ്ട് പാട്ടുകളിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ? നിൻസില അല്ല, ഡോക്ടർ നിൻസില. പ്രതീക്ഷയുണ്ടോ? അറിയില്ല. ആദ്യ പെർഫോമൻസ് കഴിഞ്ഞപ്പോ സംസാരിച്ച് നമ്മളെല്ലാരും കയ്യിലെടുത്ത ആള് എന്ത് സംഭവിച്ചു അത് തന്നെയാണ് എല്ലാരും ചോദിക്കുന്നത്. ഇത് ഇങ്ങനെയല്ലല്ലോ. പ്രതീക്ഷ പോലെ പറ്റിയില്ല. ടെൻഷൻ കയറി. ഏതൊക്കെയായിരുന്നു പാട്ടുകൾ? ചെമ്പരത്തിപ്പൂവയും പ്രേമോദാഹരണയും. ചെമ്പരത്തിപ്പൂവേ എവർഗ്രീൻ ആയിരുന്നു അല്ലേ? അതെ. ചെമ്പരത്തിപ്പൂവേ ചൊല്ലി ദേവനെ കണ്ടു, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം. ചെമ്പരത്തിപ്പൂവേ ചൊല്ലി. ഒരു പാട്ട് കൂടി ഉണ്ടെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷെ അതും കുറച്ച് പ്രശ്നങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചെത്തിയതാണ് അല്ലേ? തീർച്ചയായും. മുൻപോട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഫേവറേറ്റ് സോങ് ഏതായിരുന്നു? പ്രേമോദാഹരണായി അല്ലേ? ഓക്കെ, അതെങ്ങനെ നന്നായി പാടാൻ പറ്റുമോ? ഇല്ല, അതാണ് പ്രശ്നമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അത്? ലിറിക്സ് കുറച്ച് പ്രശ്നം മാറി അല്ലേ? ഫുൾ ടെൻഷൻ വന്ന എല്ലാം കയ്യിൽ നിന്ന് പോകും. ടെൻഷൻ വന്നാൽ കയ്യിൽ നിന്ന് പോകും. ഈ 3 പേരിൽ നിന്ന് ഒരാൾ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 നിന്ന് വിട പറയും. അത് നിൻസിലയാകാം, അശ്വിനിയാകാം,
സൗമ്യയാകാം. സൗമ്യ, പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ ആഗ്രഹമുണ്ട് അല്ലേ? മൊത്തത്തിൽ കൈവിട്ടിട്ടില്ല. കാരണം ഒരു സോങ് നന്നായിട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്. പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ സോങ്ങും കുറച്ചൊക്കെ എന്നാലാവുന്ന വിധം ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജഡ്ജസിന്റെ തീരുമാനം, ഇതിലുള്ള അപാകതകൾ അവർക്കാണ് നന്നായിട്ട് അറിയാവുന്നത്. ഈ പെർഫോമൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ സൗമ്യ മാത്രമായിരുന്നില്ല നമ്മളെ ഞെട്ടിച്ചത്. സൗമ്യയുടെ അമ്മയും അമ്മായിമ്മയും എല്ലാരും വന്ന് ഫുൾ ഫാമിലി ഞെട്ടിച്ചു. അവരാണ് ഞെട്ടിച്ചത്. നിൻസില, ഇവിടുന്ന് ഔട്ടായാൽ സങ്കടമാവോ? തീർച്ചയായിട്ടും സങ്കടം ഉണ്ടാവും. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു വേദിയിൽ മകളെ കാണുക എന്നുള്ളത്. അത് നടന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമല്ല നിൻസിലേക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? അതെ അതെ. ഇപ്പൊ നിൻസിലയുടെ തന്നെ സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ് മറ്റു പല ജോലികളൊക്കെ ആയി തിരക്കായി സംഗീതത്തെ കൂടെ നിർത്താൻ പറ്റാത്ത പലരും ഉണ്ടാവും. പക്ഷെ നിൻസിലേക്ക് ഇപ്പോഴും കൂടെ നിർത്താൻ പറ്റുന്നുണ്ട്. സംഗീതം ഇപ്പോഴും കൂടെ ഉണ്ട് അല്ലേ? അതെ. നിൻസില, ഇവിടുന്ന് ഔട്ടായാൽ നിൻസില സംഗീതത്തെ ഇതേപോലെ തന്നെ കൂടെ കൊണ്ട് നടക്കുമോ? ഇല്ല, കുറച്ച് മാറ്റങ്ങൾ വരുത്തി കൂടെ കൊണ്ട് നടക്കും. ടെൻഷൻ മാറ്റണം, അത് ഒരു പ്രശ്നമാണ്. അശ്വിനി, ഇവിടെ സേഫ് ആവുകയാണെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന വാക്ക് എന്തായിരിക്കും? അടുത്ത റൗണ്ടിൽ കുറച്ചുകൂടെ നന്നായിട്ട് പാടാൻ ശ്രമിക്കും. കുറച്ചുകൂടി നന്നായിട്ട് ഞങ്ങൾക്ക് വേണ്ട, ഏറ്റവും മികച്ചത് മാത്രം ഞങ്ങൾക്ക് മതി. ഏറ്റവും മികച്ചത്. ഔട്ടായാലോ? അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, മികച്ചത് മാത്രമേ കൊടുക്കൂ അല്ലേ? കൂടുതൽ നന്നായിട്ട് പാട്ട് പഠിക്കും. വേണ്ടിട്ടല്ല, നമ്മുടെ സംഗീതം. അതെ, നന്നായിട്ട് പഠിക്കും. സൗമ്യ, യു ആർ സേഫ്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഹാപ്പി ആയോ? ഒരുപാട് ഹാപ്പിയായി. അമ്മമാരായിരിക്കും ഏറ്റവും ഹാപ്പി ആവുന്നല്ലേ? അതെ അതെ. അവരവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ടെൻഷനായിരുന്നു. ടെൻഷൻ അടിപ്പിക്കാനാണല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. സൗമ്യ, എന്താണ് ഒരു ഫീൽ? പറഞ്ഞോളൂ. എന്താ പറയാ, ഇങ്ങനെ ഒരു ഇത്രയും ദിവസം ഇവരുടെ കൂടെ ഇങ്ങനെ നിന്നതും ഇവരുടെ ഈ ഇങ്ങനെ ഒരു ഫ്ലോറിൽ വരാൻ സാധിച്ചതും ഒരു സ്വപ്നം പോലെ. ശരിക്കും പറ്റുമോ, അങ്ങനെയൊക്കെ എത്താൻ പറ്റുമോ എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എത്താൻ സാധിച്ചു. അച്ഛനമ്മമാരോടും എൻ്റെ ഹസ്ബൻഡിനോടും എല്ലാവരോടും ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഇപ്പം ടെൻഷൻ അടിപ്പിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ സേഫ് ആണെന്നോട് പറയുമ്പോൾ ഇരട്ടി സന്തോഷം ഒന്നും കൂടെ. അപ്പം ഇനിയുള്ള റൗണ്ടുകളിൽ ഇതിനേക്കാൾ നന്നായി പെർഫോം ചെയ്യണം. പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടുത്ത പെർഫോമൻസിലൊക്കെ മാറ്റി ചെയ്യണമെന്ന് മികച്ചതാക്കി വരണം. ഓക്കെ, തീർച്ചയായും. ഉറപ്പല്ലേ? ഷുവർ. അപ്പോ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ഇവിടെ നിന്ന് ഇന്ന് ഈ ഷോയിൽ നിന്ന് വിട പറയും. അത് അശ്വിനിയാകാം, നിൻസിലയാകാം. ഞാൻ നേരത്തെ എലിമിനേഷൻ തുടങ്ങിയ സമയത്ത് ചോദിച്ചിരുന്നു, ആർക്കാണ് പ്രതീക്ഷ ഈ യാത്രയിൽ മുൻപോട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയുള്ള ആളുകൾ മുൻപോട്ട് വരണമെന്ന് പറഞ്ഞിരുന്നു. രണ്ടുപേരും വന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാനായിരിക്കും ഈ ഷോയിൽ നിന്ന് വിട പറയുന്നത് എന്ന് മനസ്സിൽ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? നിൻസില, നിൻസിലയ്ക്കുണ്ടോ അങ്ങനെ ഒരു തോന്നൽ? ഇല്ല. ഇവിടുന്ന് ഔട്ടായാൽ ഹസ്ബൻഡിനോട് എന്തു പറയും? ഹസ്ബൻഡ് എന്ത് പറയുന്ന വെച്ചാൽ സങ്കടമുണ്ട്. കാരണം അവരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളിങ്ങോട്ട് വിട്ടത് തന്നെ. പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ വിഷമമുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഞാൻ അപ്പോഴും ഔട്ടാണോ ഇന്നാണോ എന്ന് പറഞ്ഞിട്ടില്ല. അശ്വിനി, നമ്മളുടെ അടുത്ത് ബായ് പറയേണ്ടി വന്നാൽ അടുത്ത വേദികളിൽ നന്നായി പെർഫോം ചെയ്യണം. മ്യൂസിക്കൽ വൈഫിൽ എന്നുള്ളതല്ല, പുറത്ത് ഏതൊരു സ്റ്റേജിലും. നിൻസില, നിൻസിലയോടും അത് തന്നെയാണ് പറയാനുള്ളത്. നിൻസില നല്ലൊരു ഗായികയാണ്, അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. മുൻപോട്ടുള്ള യാത്രയിൽ സംഗീതം കൂടെ തന്നെ വേണം. ഐ എം സോറി, യു ആർ ഔട്ട്. നിൻസില ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഷോയിൽ നിന്ന് ഇപ്പോൾ വിട പറയുമ്പോൾ നിൻസില നല്ലൊരു ഗായികയല്ല എന്നൊന്നല്ല അതിൻ്റെ അർത്ഥം.
അതെനിക്കറിയാം. നല്ല ഗായികയാണ്, ആണ് ടാലന്റഡ് ആണ്. ആണ് ആണ്. അപ്പൊ ഇനിയുള്ള യാത്രയിൽ സംഗീതം കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും ഇത് തീർച്ചയായും. ഇത് ഒരിക്കലും ഒരു എന്റെ അല്ലത്. നമുക്ക് എത്രയും അവസരങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുന്നു. വേണിച്ചേട്ടാ, മഞ്ചേരി കം ബാക്ക്. ആ പഴയ ആ ഒരു ഊർജ്ജസ്വലത, കുസൃതി, ചിരി, സംസാരം, അതൊക്കെയാണ് ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആ പഴയ ലിൻസിയാവും എത്രയും പെട്ടെന്ന് കേട്ടോ. ആ വായാടി നിൻസിലെ ഞങ്ങൾക്ക് വേണം കേട്ടോ. എന്നെ മലർത്തി അടിക്കാൻ വന്ന ആളല്ലേ. കിട്ടിയില്ല, അവസരം കിട്ടിയില്ല. അവസരം ഇതല്ലല്ലോ, ഈ ഒരു അവസരം മാത്രമല്ലോ, ഇനി എത്ര അവസരങ്ങൾ കിടക്കുന്നു. ഇതിന്റെ പുറത്ത് കാണും. ഇപ്പോഴും അടിക്കാം. അതെ, അടിക്കല്ലേ, അടിക്കരുത്. മനസ്സിലാ എന്താണ് എല്ലാവരോടും പറയാനുള്ളത്? രണ്ട് പെർഫോമൻസിൽ കണ്ട ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. നിൻസിലയുടെ ആരാധകരുണ്ടാവും. നിൻസിലയുടെ പാട്ട് കേട്ട്, നിൻസിലയുടെ സംസാരം കേട്ട് ഫാൻസായ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരോടൊക്കെ എന്താ പറയാനുള്ളത് ഇപ്പോ? സോറി, എനിക്ക് ആ പ്രതീക്ഷയ്ക്കകത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിനെനിക്ക് സോറി മാത്രമേ പറയാനുള്ളൂ. മടങ്ങി വരും അല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിൻസില ഇതിലും ശക്തിയോടുകൂടി തിരിച്ചു വരും. ആ തിരിച്ചുവരവ് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു കേട്ടോ. ഹസ്ബൻഡിനോട് ഇപ്പോ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയണ്ടേന്ന് അറിയില്ല. വിഷമുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഷോ ആണല്ലോ, നമ്മൾ പോയല്ലേ പറ്റുള്ളൂ. എല്ലാവരും നന്നായിട്ട് പാടുന്ന ആൾക്കാരാണ്. പിന്നെ ഇവരൊക്കെ മിസ് ചെയ്യും. നെൻസില, ചില സമയത്ത് നമുക്ക് എന്താ പറ്റിപ്പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളങ്ങ് പറയും എല്ലാം കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഒരു ഷോൻ്റെ ഭാഗമല്ലേ, തളർച്ചകളൊന്നും ഉണ്ടാവില്ല, ഇനി മുന്നോട്ട് പോകും. അത് പറയുന്ന സമയത്ത് അത് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യണം. നമ്മുടെ മനസ്സ് ഉറപ്പിക്കുക. ഇത് ഈ വേദി നെൻസിലേക്ക് തന്നിരിക്കുന്ന എന്തുമാത്രം പ്രശസ്തിയും ഒരു പാടാനൊരു അവസരമാണെന്നുള്ളത് ചിന്തിച്ചാൽ തന്നെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും തീരും. അപ്പോൾ നിൻസില എങ്ങനെയായിരുന്നോ ഇവിടെ വന്നത് അതേപോലെ തന്നെ ആയിരിക്കണം ഇനിയുള്ള ജീവിതത്തിൽ. ഇനി ഒരുപാട് അവസരങ്ങൾ നിൻസിലെ തേടി വരും. അവിടെയൊക്കെ ഇപ്പോ പൊടിഞ്ഞ ആ കണ്ണീരൊക്കെ ഇന്ധനമാക്കുക കേട്ടോ. അതൊരു ചാലഞ്ചായി മാറ്റണം. അതെ, ഇപ്പൊ ഈ വന്ന ഒരു ഡ്രോബാക്ക് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അത് ഞാൻ എന്റെ ചലഞ്ചായി എന്നെ തന്നെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വേണം മുന്നോട്ട് നീങ്ങാൻ. ഇതിനി എന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കരുത്, സംഭവിക്കില്ല. അപ്പൊ നമുക്ക് തന്നെ കിട്ടും ഒരു ധൈര്യം. അങ്ങനെ ആയിരിക്കണം. ഉഷാറായിട്ട് ഉഷാറായിട്ട്. ഓക്കെ ഓക്കെ, ഉറപ്പല്ലേ? വാക്കല്ലേ? വാക്ക്. അടുത്തേ മഞ്ചേരി. അറിയില്ലെന്ന് പറയണം. കരയില്ല, ചിരിക്കും. വെരി ഗുഡ്. അയ്യോ, വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. അശ്വിനി, യു ആർ സേഫ്. ബാക്ക് ടു യുവർ പൊസിഷൻ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ പോയി ഇന്ന് ആഘോഷിച്ചോളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു സർട്ടിഫിക്കറ്റും മൊമെന്റും ഉണ്ട്. മനസ്സിലാ? താങ്ക് യു. നമുക്ക് വീണ്ടും കാണണം പല വേദികളിൽ, സിനിമകളിൽ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇനി മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ൽ ഈ വേദിയിൽ ബാക്കിയുള്ളത് 4 മത്സരാർത്ഥികളാണ്. ആ 4 പേരെയും ഞാൻ മുൻപിലോട്ട് വിളിക്കുകയാണ്. അപർണ, പ്രവീണ, നിഖില, സന്ധ്യ. പ്രവീണ, പ്രതീക്ഷയുണ്ടോ? എനിക്കറിയില്ല. അറിയില്ല. ഫസ്റ്റ് പാട്ട് വളരെ ടെൻസ്ഡ് ആയിട്ടാണ് പാടിയിരുന്നത്. ഏതായിരുന്നു ആ പാട്ട്? ശ്രീരാമനാമം എന്ന പാട്ടായിരുന്നു. ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ.
രണ്ടാമത്തെ പാട്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കൂളായി. പേഴ്സണലി കുറച്ച് കൂളായിട്ട് ടെൻഷൻ കുറച്ച് കുറഞ്ഞു. ഇവിടുന്ന് ഔട്ടായാൽ ഒരുപാട് ദുഃഖം ഉണ്ടാവും അല്ലേ? ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് വന്നതാണ്. സങ്കടം ഉണ്ടാവോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ തുടരുകയാണെങ്കിൽ നമ്മുടെ 2 ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തി മികച്ച ഗാനങ്ങളുമായിട്ട് വരുമോ? തീർച്ചയായിട്ടും. കാരണം ഒരിക്കൽ എന്നല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഫാമിലി അങ്ങനെ മ്യൂസിക്കിൽ നിന്ന് ഒരുപാട് അകന്നു പോയി. അതൊരിക്കലും ചെയ്യരുതായിരുന്നു. അപ്പോൾ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി എന്തായാലും പിന്നോട്ടില്ല. ഒരുപാട് ദൂരം മുൻപോട്ട് വന്നു, അതുകൊണ്ട് ഇനി പിൻപോട്ടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. സന്ധ്യ, എന്തൊക്കെയാണ് പ്രതീക്ഷ? മുൻപോട്ട് പോകുമെന്നാണോ? ആഗ്രഹമുണ്ട്. എല്ലാരെയും പോലെ തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്. നന്നായി പാടാൻ പറ്റുമോ? ബ്രീത്തിങ്ങിന്റെ പ്രശ്നം ജഡ്ജസ് പറഞ്ഞിരുന്നു. പിന്നെ ഒരുപാട് സന്തോഷം, വോയിസിന് നല്ല കമന്റ്സ് കിട്ടി. ഏതൊക്കെ പാട്ടുകളാണ് പാടിയത്? ഒന്ന് ഗോപുരമുകളില് ധ്വനിതരംഗത്ത് നന്നായി പാടാൻ പറ്റുമോ? ഗോപുരമുകളിൽ 2 പാട്ടിനും മെയിനായിട്ട് ജഡ്ജസ് പറഞ്ഞ കമന്റ് ബ്രീത്തിങ് പ്രശ്നമാണ്. രണ്ടാമത്തെ ഗാനോ അതെങ്ങനെയുണ്ടായിരുന്നു? അതിനും ബ്രീത്ത് ഇഷ്യൂസ് ആണ് പറഞ്ഞത് മെയിനായിട്ട്. എങ്കിലും എനിക്കിഷ്ടമുള്ള പാട്ടായതുകൊണ്ട് തന്നെ മാക്സിമം എഫേർട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിഖില നേരത്തെ പ്രതീക്ഷ ഉള്ള ആളായിരുന്നു? ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 2 ഗാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ തെറ്റില്ലാത്ത കമന്റ്സ് ആണോ അവര് പറഞ്ഞിട്ടുള്ളത്? കുഴപ്പമില്ലായിരുന്നു. 2 പാട്ടിനും ചെറിയതായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതൊക്കെ പാട്ടുകളാണ് പാടിയത്? കണ്ണാടി ആദ്യമായി, അതുപോലെ ഒരു മുറൈ വന്ന് പാർത്തായ. കണ്ണാടി ആദ്യമായി, അത് എങ്ങനെ നന്നായി പാടാൻ പറ്റുമോ? അതിലും കുറച്ച് സംഗതികളൊരു മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ സൗണ്ടിനൊക്കെ നല്ല കമന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു മുറൈ വന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എങ്കിലും നന്നായി പാടാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ തുടരുമെന്ന് തുടക്കത്തിൽ പറഞ്ഞ അതേ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ? ചെറുതായിട്ടൊരു പ്രതീക്ഷ കുറച്ച് കുറഞ്ഞു, എന്നാലും ഉണ്ട് ചെറിയൊരു പ്രതീക്ഷ. അപർണ, എന്താണ് പ്രതീക്ഷകൾ? പ്രതീക്ഷിച്ചതുപോലെ ഒന്നും പാടാൻ പറ്റിയിട്ടില്ല. 2നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രതീക്ഷയുടെ കാര്യത്തില് സംശയമാണ്. അതെ, സംശയമുണ്ട് എനിക്ക്. ഏതൊക്കെ പാട്ടുകളാണ് പാടിയത്? എവർഗ്രീനില് മഴവില്ലിൻ മലർത്തേടി, സെമിയില് ദീനദയാലോ രാമ. ജയ സീതാ വല്ലഭ
രാമ ശ്രിതജന പാലക രഘുപതി രാഘവ ശ്രിതജന പാലക രഘുപതി രാഘവ സീതാംബരധര പാവന രാമ. രണ്ടിനും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഓപ്പൺ വോയിസ് വരുന്നില്ല, തൊണ്ടയിൽ നിന്ന് എന്തോ കൊണ്ടോ ശബ്ദം വരുന്നില്ല. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ലേ? ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു പാട്ടുകാരനെ സംബന്ധിച്ച് അതൊരു ന്യായമല്ല. അല്ല. പിന്നെ രണ്ടാമത്തെ ഗാനമോ? രണ്ടാമത്തെ ഗാനത്തിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപർണ സേഫ് ആയാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? സേഫ് ആയാല് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. അതാണ് ആദ്യം. സേഫ് ആയില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യില്ലേ? സേഫ് ആയില്ലെങ്കിലും പ്രാക്ടീസ് ചെയ്യും. പക്ഷെ സേഫ് ആയി കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. ഓക്കെ. സന്ധ്യ, എന്റെ അടുത്തേക്ക് ഇവിടെ തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു പ്രോമിസ് എന്തായിരിക്കും? മാക്സിമം പാട്ട് പഠിച്ചു പാടാൻ ശ്രമിക്കും. അതിനുവേണ്ടി അങ്ങനെയല്ല, അതിനുവേണ്ടി പ്രത്യേകം ടൈം കൂടുതൽ കണ്ടെത്തി തയ്യാറെടുക്കും. പിന്നെ ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ പരിഹരിക്കുമോ മാക്സിമം അല്ലേ സന്ധ്യ? അപ്പോ ഈ ഇപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഔട്ടാവുകയാണെങ്കിലും കൂടെ തന്നെ ചെയ്യണം. ഏതൊരു പാട്ട് പാടുകയാണെങ്കിലും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് എല്ലാ ഇഷ്യൂസും മാറ്റി വേണം പെർഫോം ചെയ്യാൻ, ഇവിടെ ആണെങ്കിലും അല്ലെങ്കിലും. അതുകൊണ്ട് ഐ എം സോറി, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഒരുപാട് സന്തോഷം. ടെൻഷൻ അടുപ്പിച്ച് സേഫ് ആന്ന് പറഞ്ഞേനോ? ഞാനോ കരയല്ലേ? എന്റെ പണി സന്തോഷം കണ്ട ആനന്ദ കണ്ണീരാ. സന്തോഷം വന്ന ആർക്കും വേണമെങ്കിൽ കരയാം കേട്ടോ. ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു വേദിയാണ്. അവിടെ തുടരാൻ കഴിയാന്ന് പറയുന്നത് തന്നെ ശരിക്കും ബ്ലെസ്സിങ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരോടും ഒരുപാട് താങ്ക് യു സോ മച്ച്. ടെൻഷൻ അടുപ്പിച്ചൊന്നും ഒരു വിഷയമല്ല അല്ലേ? അങ്ങനെ വേണം പറയാം കേട്ടോ. അപ്പോൾ ഇനിയും നന്നായി പെർഫോം ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ വാക്കൊക്കെ പാലിച്ച് വേണം അടുത്ത റൗണ്ടിൽ കാണാൻ. അപ്പൊ നമ്മൾ ഇനി എവിടെ വെച്ച് കാണും? ക്വാർട്ടർ ഫൈനൽ. ഓക്കെ. നിഖില സോഷ്യൽ മീഡിയ സ്റ്റാറാണ്, ഇവിടെയും സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 പാട്ടുകൾ പാടി ഒരുപാട് ആളുകളുടെ മനസ്സ് കീഴടക്കി. പക്ഷെ അതിനിടയിൽ വിട പറയേണ്ടി വന്നാൽ വല്ലാത്തൊരു ദുഃഖം നൽകുന്ന ഒരവസ്ഥയായിരിക്കും അല്ലേ? തീർച്ചയായും വിഷമമുണ്ടാവും. ഇവിടെ ഒരു അവസരം കിട്ടി, ഇവിടെ ആദ്യത്തെ റൗണ്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് എവിടം വരെ പോകാൻ പറ്റും എന്നൊരു പ്രതീക്ഷ അങ്ങനെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ എനിക്ക് ഗ്രാൻഡ് ഫിനാലെ കണ്ട് അല്ലെങ്കിൽ വിന്നറായിട്ട് എനിക്കൊരു മടങ്ങിപ്പോക്കുള്ളൂ എന്ന് മനസ്സിൽ കുറിച്ചിട്ടിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ച് കുറിച്ചിട്ടൊന്നുമില്ല, എങ്കിലും എന്റെ മാക്സിമം ശ്രമിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. കിട്ടുന്നത് ഏതൊരു അവസരമാണെങ്കിലും അത് മാക്സിമം നന്നാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതെ. ഇപ്പോ നേരത്തെ സന്ധ്യയുടെ കാര്യം പറഞ്ഞ പോലെ സന്തോഷം വന്നാൽ കരയുന്ന ആളാണോ? അങ്ങനെ സങ്കടം വന്നാലേ കരയാറുള്ളൂ. ആണോ? സന്തോഷം വന്നാൽ കരയാറില്ല? കരയാറ് എക്സ്ട്രീം ലെവൽ. എന്നാ പിന്നെ കരയണ്ട, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഹാപ്പി ആയല്ലോ? ഹാപ്പി ആയി. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റവും മികച്ചതാക്കണം. വിന്നർ ആവുക എന്നതിനുപരി കിട്ടുന്ന അവസരങ്ങളെല്ലാം മാക്സിമം നന്നാക്കി പാടുക. മികച്ച ഗാനങ്ങൾ തന്നെ ഇവിടെ വന്ന് ആലപിക്കുക കേട്ടോ. ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളിൽ 2 പേരിൽ ഒരാൾ ഇന്ന് ഈ വേദിയോട് വിട പറയും. നിങ്ങൾ 2 പേരും നമുക്ക് വേണ്ടപ്പെട്ട മത്സരാർത്ഥികളാണ്. 2 പേരുടെയും ഗാനങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുപാട് ആസ്വദിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളിൽ ആര് പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടാകും. പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇതൊരു മത്സരവേദിയാണ്. ഇവിടെ കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലൂടെ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റൂ. പ്രവീണ, ഔട്ടായാൽ സങ്കടം വരുമോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല, സങ്കടം വരും. പക്ഷേ ഔട്ടായാൽ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു റിഗ്രറ്റ് ഉണ്ട്. കുറച്ച് നാള് മ്യൂസിക്കിനെ ഇപ്പോൾ 10 വർഷത്തോളമായി ഇങ്ങനെ ഒരു വലിയൊരു വേദിയിൽ പബ്ലിക്കായിട്ടൊക്കെ ഗാനം ആലപിച്ചിട്ടെന്നൊക്കെ പറഞ്ഞു. മ്യൂസിക് വിട്ടു നിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു.
ചെയ്യാറുണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നു. പക്ഷെ ഇനി മുറുകെ പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് ഔട്ട് ആയാൽ ആദ്യം എടുക്കുന്ന ഒരു തീരുമാനം എന്തായിരിക്കും? സംഗീതം കൂടെ കൊണ്ടുപോകാൻ എടുക്കുന്ന ഒരു തീരുമാനം. എക്സ്ക്യൂസസ് വേണ്ടാന്ന് വെക്കും എന്നുള്ളതാണ് മെയിനായിട്ട്. ഓക്കെ. എപ്പോഴും കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുക്കും. ഇത് മാത്രം അങ്ങ് മാറ്റി വെച്ചു. ഒരുപാട് പ്രതീക്ഷയോടുകൂടി സ്വപ്നങ്ങളോട് കൂടിയിട്ടാണ് ഈ വേദിയിൽ വന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല, അല്ലെങ്കിൽ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ ഒരു അവസരവും ലഭിക്കില്ല, ഇങ്ങനെ ഒരു വേദിയും ലഭിക്കാറില്ല. നിങ്ങൾക്ക് ഈ ഒരു വേദി ലഭിച്ചിരിക്കുന്നു, ഇങ്ങനെ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. അപർണ, ഇപ്പൊ ഹസ്ബൻഡ് തുർക്കിയിലാണ്. വിളിച്ചിട്ട് കിട്ടിയായിരുന്നോ? ഇല്ല, പിന്നെ വിളിച്ചിട്ടില്ല. അപ്പോ അദ്ദേഹത്തിനോട് മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ലാസ്റ്റ് വിളിച്ചത്. അതെ. അപ്പൊ ഇവിടുന്ന് പുറത്തായാൽ അദ്ദേഹത്തിനോട് ഇനി വിളിക്കുമ്പോൾ പറയേണ്ടത് ഔട്ടായി എന്നുള്ളൊരു ദുഃഖവാർത്തയായിരിക്കും അല്ലേ? അപർണ, ഐ എം സോറി, യു ആർ ഔട്ട്. പ്രവീണ, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ വളരെ ചെറിയ മൈന്യൂട്ട് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവീണ സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ക്വാർട്ടർ ഫൈനലിൽ അങ്ങനെ ഒരു ചെറിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഒന്നും വരരുത്. നന്നായി പെർഫോം ചെയ്യുക. മികച്ച ആലാപനം തന്നെ ആയിരിക്കണം അടുത്ത റൗണ്ടിൽ കാണേണ്ടത്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഇത് ആഘോഷിക്കാനുള്ള നിമിഷമാണ്. ഓക്കെ, താങ്ക് യു. അപർണ, എന്താണ് പറയാനുള്ളത്? നമുക്കറിയാം ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ആഗ്രഹത്തോടുകൂടി ഇവിടെ എത്തി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ 2 പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതെ, തീർച്ചയായിട്ടും. എന്താണ് പറയാനുള്ളത്? എനിക്ക് ആദ്യമായിട്ട് ജഗദീശ്വരനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം ജോലി, വീട്, അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരുന്നു എൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അതൊന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് പൊക്കി തന്നിട്ടുണ്ട്. ഇനി ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അപ്പം അങ്ങനൊരു അവസരം തന്ന ഭഗവാനോട്, പിന്നീട് എൻ്റെ അമ്മയോട്. അമ്മയുടെ ഒരു സ്വപ്നമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അതിനൊത്തെനിക്ക് ഉയരാൻ പറ്റിയില്ലെങ്കിൽ കൂടെ ഇതിനൊരു തുടക്കമിട്ടത് അമ്മയാണ്. അത് ഫ്ലവേഴ്സിൽ അത് കണ്ട് വിളിച്ച് അങ്ങനെ ഒരു അത് കിട്ടി എന്നുള്ള ഒരു അത്ഭുതം അങ്ങനെയൊക്കെ ഉണ്ടായത്. അമ്മ പറയുകയാണെങ്കിൽ ഒരു സംഗീത കുടുംബത്തിലാണ്. അമ്മയ്ക്ക് ഒരു പാരമ്പര്യമുള്ള, കാരണം അമ്മമ്മ പീലീലയുടെ കൂടെ പഠിച്ചതാണ്. മാത്രമല്ല അമ്മയുടെ സഹോദരൻ ആലപ്പുഴ ശ്രീകുമാർ റിട്ടയർഡ് സ്വാതി തിരുനാൾ കോളേജ് പ്രിൻസിപ്പളായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മളുടെ കൂടെ ഇല്ല. അതെ. അമ്മായി വീണ ആർട്ടിസ്റ്റ് ഡോക്ടർ കമലാലക്ഷ്മി, അവരുടെ മകനാണ് ഹരിശങ്കർ, നമ്മളുടെ പ്രിയ ഗായകൻ. അതെ. അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. എൻ്റെ ഒരു പ്രശ്നമുള്ളൂ, ഞാൻ ഉയർന്നു വരാൻ ഞാനാണ് വിചാരിക്കേണ്ടത്. പിന്നീട് എന്നെ വളർത്തി എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ നാട്ടുകാർ. അതായത് ഞാൻ ചേർത്തലയിലാണ് ജനിച്ചതും വളർന്നതും. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് തിരുവല്ലയിലേക്ക്. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ നാട്ടുകാർ, അവർക്കൊക്കെ നന്ദി. പിന്നെ എൻ്റെ ഏട്ടൻ്റെ അച്ഛനമ്മ, അവർക്കൊക്കെ ഞാൻ ഇറങ്ങി പാടിയാൽ മതി എന്നുള്ളൊരു ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊന്നും ഒരു സപ്പോർട്ടിൻ്റെ കുറവും ഇല്ല. പിന്നെ ഇന്നിവിടെ ഞാൻ നിൽക്കാൻ കാരണമായ എല്ലാവരോടും താങ്ക് യു ഫ്ലവേഴ്സ്. ചേട്ടാ, അപർണയോട് എന്താണ് പറയാനുള്ളത്? അപർണ ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ് ആണ് ലൈഫിനെ കുറിച്ച്. പാട്ടും ഷീ ബിലോങ്സ് എ ഗുഡ്, നല്ലൊരു മ്യൂസിക്കൽ ഫാമിലി ആണ്. ഇനി അപർണയുടെ ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി വലിയൊരു പാട്ടുകാരി ആവും. അതിനുള്ള എല്ലാം ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. വേണുചേട്ടാ, അപർണയ്ക്ക് ചെറിയൊരു മൊമെന്റേയും ഒരു സർട്ടിഫിക്കറ്റും ഉണ്ട്, പ്ലീസ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ജീവിതത്തിലും സംഗീതത്തെ കൂടെ കൊണ്ടുപോയി ഇനിയും ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ. ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. വേണുചേട്ടാ, മഞ്ചേരി മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 പ്രിലിമിനറി റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളോട് 2 പേർ ഈ ഷോയിൽ നിന്ന് വിട പറഞ്ഞു. 10 മ്യൂസിക്കൽ വൈസുമായിട്ട്
അടുത്ത ആഴ്ച ക്വാർട്ടർ ഫൈനൽ ആരംഭിക്കുകയാണ്. ഇത് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 പവേർഡ് ബൈ ഈസൺ. ഗുഡ് നൈറ്റ്.